നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്മസ് എന്നത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പ്രതീകം തന്നെയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ക്രിസ്മസ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവരിൽ ചിലരെങ്കിലും വളരെയധികം ഒരു ഭീതിയോടും ഭയത്തോടും കൂടി തന്നെയാണ് ആഘോഷിക്കേണ്ടി വന്നത്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആസാം അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ, അതിൻ്റെ പ്രതീകങ്ങൾക്കെതിരെ, അതിൻ്റെ അലങ്കാരങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ അഴിച്ചുവിടുന്ന അനവധി വാർത്തകൾ പുറത്തു വരികയുണ്ടായി. ആരാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികളെ അഴിഞ്ഞാടാൻ അനുവദിക്കുന്നത്? ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഈ അടുത്ത നാളുകളിലായി ചില പ്രത്യേകതരം ഈ വട്ടന്മാരുടെ എണ്ണം കൂടുന്ന ഒരു കാഴ്ച. അവർക്ക് ഈ ക്രിസ്മസ് കാണുമ്പോൾ ഹാലിളകുന്നു, ക്രൈസ്തവ പ്രതീകങ്ങൾ കാണുമ്പോൾ ഹാലിളകുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവരെ കാണുമ്പോൾ ഹാലിളകുന്ന ചില പ്രത്യേകതരം വട്ടന്മാരുടെ എണ്ണം ഈ അടുത്ത നാളുകളിൽ വർദ്ധിച്ചു വരികയാണ്. ആരാണ് ഇവർക്ക് വളം വയ്ക്കുന്നത്? ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ അതിന് എങ്ങനെ അറുതി വരുത്താൻ നമുക്ക് സാധിക്കും? ഭരണകൂടത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അവർ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ? ഈ വസ്തുതകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഫാദർ റോയ് കണഞ്ചിറ, CMA, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജോസൂട്ടി ജെ ഒഴുകിയിൽ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസൂട്ടി ജെ ഒഴുകിയിൽ, നമുക്കറിയാം ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്, ആനന്ദമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വലിയ രീതിയിലുള്ള പല അതിക്രമങ്ങളും ആക്രമണങ്ങളും ഒക്കെ നാം കാണുകയുണ്ടായി. ഇപ്പോൾ UP-യിൽ തന്നെയാണെങ്കിൽ ഡിസംബർ 25 പ്രവൃത്തി ദിനമായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ, ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുത അല്ലെങ്കിൽ വിദ്വേഷകരമായിട്ടുള്ള ഒരു സമീപനം ഈ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തുനിന്ന് ഈ അടുത്ത നാളുകളിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ക്രൈസ്തവ ആഘോഷങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വരുന്നു? ഡോക്ടർ ജോസൂട്ടി ജെ ഒഴുകിയിൽ. ഇത് വളരെ അടിസ്ഥാനപരമായ പ്രശ്നം നിലവിൽ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താത്വിക പശ്ചാത്തലമായ അല്ലെങ്കിൽ അതിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലമായ RSSന്റെ രാഷ്ട്രീയ സംഹിത തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരു കാര്യം. കാരണം ഒരു പൊതുധാരണ രാജ്യത്ത് നിലനിൽക്കുന്നത് RSS എന്ന് പറയുന്നത് ഒരു ഹിന്ദു സംഘടനയാണ്. RSS ക്രൈസ്തവരോ മറ്റു മതങ്ങൾക്കോ അനുകൂലമായ നിലപാടല്ല. ഒരു ഹൈന്ദവ പ്രോ ഹിന്ദുയിസമാണ് അവരുടെ നിലപാട് എന്ന് പറയുന്നത്. പ്രോ ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ, അല്ലെ ഹൈന്ദവ അനുകൂല നിലപാട് എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവ വിരുദ്ധമാകേണ്ടതില്ല. പക്ഷെ അങ്ങനെ ആകുമ്പോൾ അത് ക്രൈസ്തവ വിരുദ്ധമാണ് എന്നൊരു ധാരണ ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾക്കിടയിൽ ശക്തമായിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുമ്പോൾ അതിനെ തടയിടേണ്ടവർ RSSന്റെ നേതൃത്വത്തിലുള്ളവരും അതുപോലെ ഭരണത്തിന്റെ നേതൃത്വത്തിലുള്ളവരുമാണ്. ഇന്നത്തെ BJP സർക്കാരിന്റെ നേതൃത്വമുള്ളവരുമാണ്. അവർ ആ തരത്തിൽ അതിനെ തടയിടാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ അതിനെ തടയാനും തടസ്സപ്പെടുത്താനും ശ്രമങ്ങൾ നടക്കാതെ വരുമ്പോൾ അതൊരു പ്രോത്സാഹനമാകും. അതുകൊണ്ട് തന്നെ രാജ്യത്ത് എവിടെയും ക്രൈസ്തവർക്കെതിരെ ഹൈന്ദവ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ എന്ത് ചെയ്താലും അതിനെതിരെ ചോദ്യം ചെയ്യാനോ അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാനോ ആരും ഉണ്ടാവില്ല എന്ന ഒരു ധൈര്യം ഒരു വശത്തും, ഈ ഹൈന്ദവ സംഘപരിവാർ സംഘടനകളുടെ പ്രഖ്യാപിത ലക്ഷ്യമായ മറ്റ് മതങ്ങളോടുള്ള അസഹിഷ്ണുത അത് കൂടുതൽ ശക്തമാക്കുന്നതിന് അവസരം കിട്ടുക എന്നുള്ള സാഹചര്യം. ഇങ്ങനെ 2 സാഹചര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്. മൂന്നാമതൊരു കാര്യം, ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരിൽ ക്രിമിനലുകളുണ്ട്, അതിൻ്റെ അകത്ത് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആൾക്കാരുണ്ട്. അത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ, രാജ്യത്ത് നിലനിൽക്കുന്ന ക്രിമിനൽ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഗവൺമെന്റാണ്. എന്നാൽ ഗവൺമെന്റിന്റെ നടപടികൾ പലപ്പോഴും എന്താണ്, വടക്കേന്ത്യൻ ഗവൺമെന്റുകളുടെ നടപടികൾ എന്ന് പറയുന്നത് ക്രൈസ്തവ സംവിധാനങ്ങളുടെ, ക്രൈസ്തവ വിഭാഗങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ ബോധമായി കൊണ്ടുവരുന്നു. ആ ഓരോ നിയമനിർമ്മാണത്തിനെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ക്രൈസ്തവ വിരുദ്ധതയാണ് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. അത് ആന്റി കൺവേർഷൻ നിയമമാണെങ്കിലും മറ്റ് നിയമങ്ങൾ ഏതാണെങ്കിലും അത് തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് സ്കൂളുകളോടുള്ള സമീപനത്തില്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള സമീപനത്തില്, സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങളും ഈസ്റ്റർ ആഘോഷങ്ങളും നടക്കുമ്പോൾ ഉണ്ടാകുന്ന സമീപനത്തിലൊക്കെ കാണുന്നതും ഈ അസഹിഷ്ണുതയുടെ ഭാഗങ്ങൾ തന്നെയാണ്. ഇതൊരു തരത്തിൽ ഒരു സമയം ക്രിമിനലും മറ്റൊരു സമയം ഇത്
ക്രൈസ്തവ വിരുദ്ധവുമാണ്. ഇത് നിലവിൽ തുടരുന്ന ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പിന്തുണയുള്ള RSSന്റെ രാഷ്ട്രീയ നിലപാടിനോട് അനുബന്ധവുമാണ്. ഇവിടെ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ഏത് സാഹചര്യത്തിൽ സംരക്ഷണം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ ശക്തമായി സ്വീകരിക്കുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യുന്നില്ല. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന വളരെ ഉറപ്പായിട്ടും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നിയമത്തിന്റെ മുമ്പിലെ തുല്യത. അത് ആർട്ടിക്കിൾ 14 അതുപോലെ ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട് നമുക്ക് ഡിസ്ക്രിമിനേഷൻ, വിവേചനം പാടില്ല. മതത്തിന്റെ, ജാതിയുടെ, അതുപോലെ തന്നെ ജനിച്ച സ്ഥലത്തിന്റെ, ഭാഷയുടെ ഒന്നും പേരിൽ വിവേചനം പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കുന്നതിനും അഭിപ്രായം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. അത് ആർട്ടിക്കിൾ 19(1)(a) കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21 നമ്മുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 25 നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അത് പ്രൊഫസ് ചെയ്യുന്നതിനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കുന്നതിനും അത് പ്രഘോഷിക്കുന്നതിനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ 25 അനുസരിച്ച്. ആർട്ടിക്കിൾ 26 നമുക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതപരമായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള അവകാശം ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള ഈ 6 അടിസ്ഥാന ഭരണഘടനാ നിയമങ്ങളെയും ലംഘിക്കുന്ന രീതിയിലാണ് വിവിധ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഭരണഘടനാ ലംഘനമുണ്ടെങ്കിൽ അതിന്മേൽ ഒരു വാച്ച്ഡോഗായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ കോടതികളും അതോടൊപ്പം തന്നെ ഗവൺമെന്റുമാണ്. അപ്പൊ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് ഭരണകക്ഷിയായിരിക്കുന്ന, കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഭരണകക്ഷിയായിരിക്കുന്ന ഗവൺമെന്റിന്റെ ഈ കാര്യത്തിലുള്ള സമീപനം എന്ന് പറയുന്നത് അങ്ങേയറ്റം നിരാശകരമാണ്, ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയോട് ബഹുമാനമുള്ള ഒരു രാജ്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഞാനിപ്പോ ജസ്റ്റ് എന്നോട് ജോർജ് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമെന്നുള്ള നിലയ്ക്കാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അടിസ്ഥാനപരമായി ക്രൈസ്തവ വിരുദ്ധതയും ഹൈന്ദവയോടുള്ള ആ അമിതമായ താല്പര്യത്തെയും ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ തടയിടേണ്ടവർ അതിന് ശ്രമിക്കുന്നില്ല. അപ്പൊ ഇത് കൃത്യമായ മതവിവേചനം തന്നെ ആണ്. ഇതിൽ നിന്ന് മാറുകയാണ് ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് നമുക്കറിയാം, ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഡൽഹിയിലെ റിഡംഷൻ കത്തീഡ്രലിൽ ചെന്ന് അവിടെ ക്രിസ്മസ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ വർഷം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഈസ്റ്റർ ദിനത്തിലായിക്കോട്ടെ ഡൽഹിയിലെ ദേവാലയങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള സന്ദേശം അദ്ദേഹം ടോപ്പ് ലീഡർഷിപ്പിൽ നിന്ന് നൽകുന്നുണ്ട്. പക്ഷേ ഈ താഴെക്കിടയിലേക്ക്, ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി വിഭിന്നമാണ്. അപ്പോൾ ഈ ടോപ്പ് ലീഡർഷിപ്പിന് ഈ താഴെയുള്ളവരുടെ ഇത്തരത്തിൽ അഴിഞ്ഞാട്ടം നടത്തുന്ന ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുടെ മേൽ ഒരു കടിഞ്ഞാൻ നഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു സൂചനയാണോ, അതോ ഈ കാണിക്കുന്നതൊക്കെ ഒരു ഗിമിക്കുകളാണോ? നമുക്ക് എങ്ങനെ അതിനെ വിലയിരുത്താൻ സാധിക്കും? ഇത് ഇന്ത്യയിലെ ജനത്തെയും മത നേതൃത്വത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനായിട്ടുള്ള ബോധപൂർവമായ പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷനിലെ ഉദാഹരണം UP-യിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? UP-യിൽ ഓഗസ്റ്റ് 15 ഡിസംബർ 25 അവധി പ്രഖ്യാപിച്ച് ഉണ്ടായിരുന്ന അവധി എടുത്തു കളഞ്ഞു. അന്ന് അവധി ദിവസമല്ല, പ്രവൃത്തി ഡേയാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഡിസംബർ 25 പ്രവൃത്തി ദിനമായിട്ടുണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് ആഘോഷിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ പോലും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അന്നേ ദിവസം ഇവിടെ അത് അവധി അല്ല, അത് ആക്കിയെടുത്ത് മാറ്റി. അത് പ്രധാനമന്ത്രിക്ക് അറിയത്തില്ലാത്തല്ലോ. അപ്പൊ ഒരു വഴിക്ക് ഒരു കൈ കൊണ്ട് കൊടുക്കുകയും മറ്റേ കൈ കൊണ്ട് തലോടിക്കുകയും ചെയ്യുന്ന, അതിനെന്ത് ഭാഷ പറയണമെന്ന് അറിയത്തില്ല. ഒരു കൈ കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നത് പറയുകയും മറ്റേ കൈ കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന വളരെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമാണ്. നമ്മുടെ മതമേലധ്യക്ഷന്മാരെ ആ തരത്തിൽ ഒന്ന് സുഖിപ്പിച്ച് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലാണ്, നമ്മളൊക്കെ മേലധ്യക്ഷന്മാരാണ്, നമ്മളൊക്കെ നേതൃത്വമുള്ളവരാണ്, മറ്റതൊക്കെ തറപ്പാർട്ടികളുടെ പരിപാടികളാണ് എന്ന് ചുമ്മാ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമമല്ലേ അത് വിശദീകരിക്കാൻ പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല. ഇത് ഇവിടെ മാത്രമല്ല, ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലാണെങ്കിലും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ഗവൺമെന്റ് ഒരു വശത്ത് ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ അടുത്ത നിയമം വന്നു. കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ അടുത്ത നിയമം വന്നു. ഏതെങ്കിലും ഒരാൾ ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാം കുറ്റകരമാക്കുന്ന, ഒരു തരത്തിലും യാതൊരു യുക്തിയും ഇല്ലാത്ത രീതിയിൽ ജീവപര്യന്തം തടവ് വരെ കൊടുക്കുന്ന രീതിയിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന കാര്യമാണെന്ന് നോക്കണം. അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കൺവേർഷൻ ആണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ കൺവേർഷൻ ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും കൺവേർഷനും എങ്ങനെ നിയമവിരുദ്ധമാകുന്നത്? ഒരു ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഉള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന ടേംസ്
അതായത് നിർബന്ധിത മതപരിവർത്തനം എന്ന ഒരു സംഗതി സംജ്ഞയെ അവിടെ ഡിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്താലും അത് നിർബന്ധിത പരിവർത്തനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്മസ് കാർഡ് അയക്കുന്നത്, ആശംസകൾ അയക്കുന്നത്, ക്രൈസ്തവ മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നത്, നമ്മുടെ പൊതുവായ പ്രൊസഷനുകള്, ഇതെല്ലാം നിർബന്ധിത പരിവർത്തനത്തിന്റെ ടേമിലേക്ക് നിയമപരമായി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നിയമവിരുദ്ധമായി തന്നെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ് ഇത് ജനങ്ങളെ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും RSSകാർക്ക് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്ക് വിശദീകരിക്കാനുള്ള ഒരു ക്ലോസ് കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള തന്ത്രപരമായ ഒരു കാര്യം മാത്രമാണ്. ഓക്കെ, ഞാൻ അച്ഛനിലേക്ക് വരികയാണ്. ഫാദർ റോയ് കണഞ്ചിറ സേമ്പി, നമുക്കറിയാം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണീശോ ജനിച്ചപ്പോൾ ഉണ്ണീശോയുടെ ജനനം പലരെയും ചൊടിപ്പിച്ചിരുന്നു. നമുക്കറിയാം ഹെറോദോസ് രാജാവ്, ആ ചരിത്രമൊക്കെ നമുക്ക് അറിയാം. ഇങ്ങ് 2000 വർഷങ്ങൾക്ക് ഇപ്പുറം 2025 ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ഉണ്ണീശോയുടെ ജനനം പലരെയും ചൊടിപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇപ്പം ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളാണെങ്കിൽ ഇന്ത്യക്കകത്ത് ഹിന്ദുത്വ തീവ്രവാദികളെയാണ് ഉണ്ണീശോയുടെ ജനനം അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്ന പല വീഡിയോ ദൃശ്യങ്ങളിലും നമ്മുടെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച ഒരു ദൃശ്യമുണ്ട്. ഈ സത്യനിഷ്ഠ ആര്യ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് പല വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ വംശജനാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ ആ വ്യക്തി ഒരു പ്രൊട്ടസ്റ്റന്റ് പള്ളിയിലേക്ക് കയറി വന്നു. ആ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർക്ക് നേരെ ഉയർത്തുന്ന ആ ഒരു ശരങ്ങൾ, ആ ആക്രോശം, ആ മുഖത്തെ ക്രൗര്യം, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ഇത്തരത്തിലുള്ള വ്യക്തികൾ എത്രത്തോളം രൂക്ഷമായിട്ടാണ് ഈ ക്രിസ്തീയമായിട്ടുള്ള ആചാരങ്ങളെ, ആഘോഷങ്ങളെ നോക്കി കാണുന്നത്, എത്രത്തോളം വിദ്വേഷകരമായിട്ടാണ് നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ 2% താഴെയുള്ള ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളെ, അവരുടെ മതാചാരങ്ങളെ ഇക്കൂട്ടർ വളരെ അസഹിഷ്ണുതയോടെ, വളരെ എന്താ പറയുക, രൗദ്രമായിട്ടുള്ള ഭാവത്തോടെ നോക്കി കാണുന്നത്? ഫാദർ റോയ് കണഞ്ചിറ സേമ്പി. യഥാർത്ഥത്തിൽ ഈ സത്യനിഷ്ഠ ആര്യ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് തുടങ്ങി ഇന്ന് ഈ ഒരു 2025 ഈ ക്രിസ്മസ് ആഘോഷം നമ്മുടെ ഇന്ത്യയിൽ വിരൂപമാക്കാൻ നേതൃത്വം നൽകിയ വ്യക്തികൾ, അവരുടെ മുഖഭാഷയിൽ ഈ ഹെറോദേസിന്റെ ഒരു രൂപാന്തരം ഞാൻ കാണുന്നുണ്ട്. അവര് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇവിടെ ജോസൂട്ടി സാറ് പറഞ്ഞ കാര്യങ്ങളോടുള്ള എൻ്റെ ആദരവ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ സഹായമാണ് സത്യനിഷ്ഠ ആര്യയും യോഗി ആദിത്യനാഥും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവർക്ക് നന്ദി പറയണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചവർക്ക് നന്ദി പറഞ്ഞ് സംസാരിച്ചപ്പോൾ എന്നോട് പലരും ചോദിക്കുകയുണ്ടായി, നന്ദിയാണോ പറയേണ്ടത്, പ്രതിഷേധിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി. ക്രിസ്തീയമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്നാണ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ പേര് വിളിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം ക്രിസ്തു വിശ്വാസം വളർന്നു വന്ന റോമൻ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച റോമൻ ചക്രവർത്തി നീറോ ചക്രവർത്തിയാണ് എന്ന് നമുക്കറിയാം. നീറോ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷികളായി അതിക്രൂരമായ പീഡനമേറ്റ് ഈശോയുടെ പേരിന്റെ നേരിനോട് സ്വന്തം വ്യക്തിത്വത്തെ ഒട്ടിച്ചു വെച്ച 100 കണക്കിന് പേർ വിശുദ്ധരായി, പേര് വിളിച്ചവരും വിളിക്കാത്തവരുമായി വിശ്വാസത്തിന് വേണ്ടി ചോര ചിന്തി മരിച്ചു വീണ 100 കണക്കിന് ക്രൈസ്തവർ റോമൻ നഗരവീഥികളിൽ ഇപ്പോഴും അവരുടെ നിലവിളികൾ അലിഞ്ഞു കിടപ്പുണ്ട്. ഓരോ നിലവിളിയുടെയും അറ്റത്തൊട്ടിച്ചു വെച്ചത് ദൈവമേ നന്ദി, ദൈവമേ സ്തുതി എന്നുള്ള ഈശോയുടെ പേര് വിളിച്ചുള്ള സ്തുതി വചനങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ നീറോയുടെ കാലത്ത് എല്ലാവരും വിചാരിച്ചു ഈ മതം ഇപ്പോൾ തന്നെ ഇവിടെ അവസാനിച്ചു പോകും എന്ന് വിചാരിച്ചു. നീറോയുടെ കാലം കഴിഞ്ഞു, പക്ഷെ മതത്തിന്റെ കാലം കഴിഞ്ഞില്ല, ക്രിസ്തുവിന്റെ കാലം കഴിഞ്ഞില്ല. അതാണ് നീറോയ്ക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യം. നീറോ വിചാരിച്ചത് ഞാൻ ഇങ്ങനെ നീറ് പോലെ ഇവരെ ഇങ്ങനെ കടിച്ചു പറിച്ചാൽ ഈ മതം ഇവിടെ ഇപ്പോൾ ഇല്ലാതെയായി പോകുമെന്നാണ്. പക്ഷെ നീറോ ഇല്ലാതെയായി പോയി, ക്രിസ്തു വീണ്ടും നീറോയ്ക്ക് അപ്പോഴത്തേക്ക് ഡേഷ്യസിന്റെ കാലത്ത് ക്രിസ്തു ജീവിച്ചു, ക്രിസ്ത്യാനി ജീവിച്ചു.
ഡേഷ്യസ് ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനി ജീവിച്ചു. പക്ഷേ ഡേഷ്യസ് ചക്രവർത്തിയും നീറോയെ പോലെ തന്നെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. അതിനുശേഷം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലം വന്നു. അപ്പോഴേക്കും എല്ലാവരും വിചാരിച്ചു ഇതോടെ ക്രിസ്തുമതം അങ്ങ് അവസാനിച്ചു. ക്രിസ്ത്യാനി എന്ന് പേര് വിളിക്കപ്പെടുന്നവനൊക്കെ ഗുഹയിൽ താമസിക്കണം, അണ്ടർഗ്രൗണ്ടിൽ താമസിക്കണം, അവന്റെ തൊലി ഉരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് പൊള്ളിച്ച് വറുത്തെടുത്ത് ഇങ്ങനെ ചരിത്രത്തിന് തിന്നാൻ കൊടുക്കുകയാണ് ഡയോക്ലീഷ്യൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചരിത്രകാരന്മാർ വളരെ ഭീതിയോടുകൂടി പേനയെടുത്ത് ചരിത്രം എഴുതി വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ക്രൈസ്തവരുടെ പീഡന കഥകൾ എഴുതി വെച്ച ചരിത്രകാരന്മാരുണ്ട്. അപ്പോൾ ഈ ഡയോക്ലീഷ്യന്റെയും ഡേഷ്യസിന്റെയും നീറോയുടെയും ഒക്കെ കാലത്ത് ഇങ്ങനെ ക്രൈസ്തവരെ പീഡിപ്പിച്ച് ക്രിസ്തുവിന്റെ പേര് പറയുന്നതിന്റെ പേരിൽ അറുക്കപ്പെട്ടവരുണ്ട്, കഴുത്തറക്കപ്പെട്ടവരുണ്ട്. ഈശോയുടെ ശിഷ്യന്മാര് തന്നെ പത്രോസ്ലീഹയാണെന്നുണ്ടെങ്കിൽ തലയും കുത്തി കിടന്ന കുരിശ് മരണം, തലയും കുത്തി ക്രിസ്തുവിന്റെ കുരിശ് ഈശോ കിടന്ന പോലെ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയും കുത്തി കിടന്ന് കുരിശ് മരണം വരിച്ചു. എന്താണ് ഗുണനചിഹ്നത്തിൽ കുരിശ് മരണം വരിച്ച വിശുദ്ധരുണ്ട്, ശിഷ്യന്മാരുണ്ട്. എണ്ണയ്ക്കകത്ത് കിടന്ന് പൊള്ളി ആർത്ത ശിഷ്യഗണങ്ങളുണ്ട്. ഈശോയിൽ വിശ്വസിച്ചവരൊക്കെ പീഡനം അനുഭവിച്ച് വളർന്നവരാണ്. അപ്പോഴൊക്കെ ഈ പീഡിപ്പിച്ചവർ ആഹ്ലാദിക്കുകയായിരുന്നു. അവർക്കുള്ള നൈമിഷികമായ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് അവർ വിചാരിച്ചു ശാശ്വതമാണെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ജോർജി ഓർക്കണം, നീറോയുടെ ശേഷം ലോകമുണ്ടായിരുന്നു. ആ ലോകത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. ഡേഷ്യസിന് ശേഷം ലോകമുണ്ടായി, ക്രിസ്തു ഉണ്ടായി, ക്രിസ്ത്യാനി ഉണ്ടായി. ഡയോക്ലീഷ്യന് ശേഷവും ലോകമുണ്ടായി. ഡയോക്ലീഷ്യൻ ചക്രവർത്തി വിചാരിച്ചു ഞാൻ അങ്ങോട്ട് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനികൾ മുഴുവൻ ഇപ്പോൾ ഇവിടെ തീർന്നോളും, ഞാനെന്ന് പറയുന്ന ആരാണ്, ലോക രാജാവാണ് എന്ന് വിചാരിച്ച പാവം ഡയോക്ലീഷ്യൻ ക്രിസ്ത്യാനികളെ മുഴുവൻ പീഡിപ്പിച്ചു. പക്ഷെ അതിനുശേഷം ഒരു വരവ് വരുന്നുണ്ടായിരുന്നു. ആരുടെയാണ്? കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ വരവ് വരുന്നുണ്ടായിരുന്നു. ഈ കോൺസ്റ്റന്റൈൻ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് യുദ്ധം ജയിക്കാൻ വേണ്ടിയുള്ള ആയുധം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ സ്വപ്നത്തിൽ ഈശോയുടെ കുരിശിന്റെ ദർശനം ഈ രാജാവിനുണ്ടായതിന്റെ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. ഓർക്കണം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറുകയാണ്. മൂന്ന് ഭീകരന്മാരായ മതപീഡകരുടെ ശേഷം വന്ന ഭരണാധികാരി ഈ പീഡനം തുടരുകയല്ല ചെയ്യുന്നത്, ക്രിസ്ത്യാനിയായി മാറുന്നു എന്ന് മാത്രമല്ല റോം മുഴുവൻ ഒരു ക്രിസ്ത്യൻ രാജ്യമായി മാറുന്നു. അത് യൂറോപ്പിലേക്ക് പടരുന്നു. അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തെ ഈ ലോകത്തിന് മുഴുവൻ എത്തിച്ചു കൊടുക്കാനായിട്ട് സഹായിച്ചവർ ആരൊക്കെയാണ്? കോൺസ്റ്റന്റൈൻ ആണോ? ഞാൻ പറയും ആദ്യം നമ്മൾ മെമന്റോ കൊടുക്കേണ്ടത് നീറോയ്ക്കാണ്. പുള്ളിയാണ് പീഡനം തുടങ്ങിയത്. അതിനുശേഷം ഡേഷ്യസിന് ഒരു മെമന്റോ കൊടുക്കണം, പിന്നെ ഡയോക്ലീഷ്യന്. കോൺസ്റ്റന്റൈൻ ഒരു ഷെയ്ക്കാൻഡ് കൊടുത്താൽ മതി. കാരണം കോൺസ്റ്റന്റൈൻ ഇവരൊക്കെ പീഡിപ്പിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ടും ഓരോ പീഡനങ്ങളിലും ഓരോ ചോരത്തുള്ളികളിലും ഉയർത്തെഴുന്നേറ്റ് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം തന്നെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് പകർത്തി എഴുതിക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ചൈതന്യം ഈ കുരിശു രൂപത്തിൽ കണ്ട് ഞെട്ടി ആ കുരിശുയർത്തിപ്പിടിച്ച് യുദ്ധം ജയിച്ചു വന്ന് അനുഭവം കൊണ്ട് സാക്ഷ്യം നൽകി ക്രിസ്തുവാണ് ദൈവം എന്ന്. അതുകൊണ്ട് ഈ ഡയോക്ലീഷ്യന്റെ കാലത്ത് പോലെ ഒരു അനുഭവമാണ് എനിക്ക് യോഗി സാറിനോട് പറയാനുള്ളത്. യോഗി ആദിത്യനാഥ് സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു ഡയോക്ലീഷ്യനെ വേണം എന്ന് തന്നെയാണ്. ഭാരതത്തിലെ ക്രൈസ്തവർ 2025 വർഷത്തെ വിശ്വാസ ജീവിതം ആഘോഷിക്കുമ്പോഴും ഈ 2.5% തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും മതം തങ്ങളുടെ അരികിൽ വളരരുത് എന്ന് ആഗ്രഹിച്ചതിന്റെ പേരിലല്ല. തങ്ങളുടെ മതം മാത്രം ഇവിടെ വളർന്നാൽ മതി, ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, മറ്റെല്ലാവരും ഇവിടെ ചത്തുപോകണം, മരിച്ചു പോകണം, ഇല്ലെങ്കിൽ അവരെ കൊല്ലണം എന്നൊന്നും പറയുന്ന ശൈലി ക്രൈസ്തവർ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ 2.5% തന്നെ നിൽക്കുകയും ഈ നാടിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ, പുനർനിർമ്മിതിയിൽ, മനുഷ്യത്വത്തിന്റെ നിർമ്മിതിയിൽ, വൈജ്ഞാനിക മേഖലയുടെ നിർമ്മിതിയിൽ, സാമൂഹിക സേവനത്തിന്റെ നിർമ്മിതിയിൽ എല്ലാം മറ്റാരെക്കാളും ഏറ്റവും മികച്ച രീതിയിൽ മറ്റെല്ലാവരുടെയും കൂടെ നിന്ന്, മറ്റാരെക്കാളും എന്ന് ഞാൻ താരതമ്യ ഭാഷ ഉപയോഗിക്കുന്നില്ല, ഇതേപോലെ ചെയ്യുന്ന, സേവനം ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട്
സമൂഹ നിർമ്മിതിയിൽ പങ്കുചേരുകയാണ്, മനുഷ്യനെ ദൈവത്തോളം ഉയർത്തുകയാണ്. അതാണ് ഞങ്ങൾ ഈ ക്രിസ്മസിൽ ചെയ്യുന്നത്. എനിക്ക് യോഗി സാറിനോടും നമ്മുടെ ഈ സത്യനിഷ്ഠ ആര്യ എന്ന് പറയുന്ന പിന്നെ സുന്നിയൂർ റഹ്മാൻ എന്ന ബംഗ്ലാദേശുകാരനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാനസാന്തരപ്പെടരുതേ എന്നാണ്. കാരണം നിങ്ങൾ ഇങ്ങനെ പീഡനം തുടരണം. ഇങ്ങനെ തുടരുമ്പോഴാണ് ഞങ്ങൾക്കൊരു സാവൂളിനെ കിട്ടുന്നത്. എനിക്ക് ഈ സത്യനിഷ്ഠ ആര്യയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടല്ലോ ജോർജി, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് നമ്മുടെ അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായമാണ്. അവിടെ ഈ പുരോഹിതന്മാരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട്, പുരോഹിതന്മാരുടെ, ഫരിസേയരുടെ, സമുദായ നേതാക്കളുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ക്രിസ്തു എന്ന് പറയുന്ന ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ വേണ്ടി ഈ ജെറൂസലേമിൽ നിന്ന് ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് ചീറിപ്പാഞ്ഞു പോയതിന്റെ ഒരു കഥ വായിക്കുന്നുണ്ട്. രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു കഥ നമ്മൾ ഈ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. സത്യനിഷ്ഠയാരിയുടെ ഈ മൊബൈൽ നമ്പർ ഒന്ന് സംഘടിപ്പിച്ചു തന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ ഈ അപ്പസ്തോലന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ ആ ഒരു PDF ഫയല് ഒന്ന് അയച്ചു കൊടുക്കാം, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാം. അവിടെ ഇങ്ങനെ ആവേശത്തോടു കൂടി ജെറൂസലേമിൽ താൻ അരിഞ്ഞു വീഴ്ത്തിയ ക്രൈസ്തവരുടെ ചോരമണക്കുന്ന വാള് മുറയിലിട്ടുകൊണ്ട് ഈ ചീറിപ്പാഞ്ഞു പോയ ഈ സാവൂള് ഈ കുതിരപ്പുറത്ത് നിന്ന് തെറിച്ചു വീഴുന്ന ഒരു ഒച്ച നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം ഈ തല നിലത്തടിച്ച് വീണ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ്, സാവൂൾ സാവൂൾ, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നു? ഞാൻ ആരെയാണ് പീഡിപ്പിക്കുന്നത്? നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ, നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ എന്നുള്ള മറുപടി സാവൂളിന് കിട്ടുകയാണ്. ആ സാവൂൾ വേദപാഠം പഠിച്ചിട്ടില്ല, ക്രൈസ്തവ വേദപാഠം പഠിച്ചിട്ടില്ല. അദ്ദേഹം യഹൂദനാണ്. അദ്ദേഹം യഹൂദ മതത്തിന്റെ വലിയ പണ്ഡിതനും വലിയ പ്രൊമോട്ടറുമാണ്. അദ്ദേഹത്തിന്റെ വലിയ വിശ്വാസത്തിന്റെ ഒരു നിറവിലാണ്, വിശ്വാസം കൊണ്ട്, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ ഈ സാവൂള് അവിടെ നിന്ന് പെട്ടെന്നെഴുന്നേൽക്കുമ്പോൾ, അനനിയാസിന്റെ അടുത്തേക്ക് കർത്താവ് അവനെ നയിച്ചു കഴിയുമ്പോൾ, അതുവരെ ഉണ്ടായിരുന്ന ക്രൗര്യത്തിന്റെ ചിതമ്പലുകൾ അവന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ് കഴിയുമ്പോൾ, അവൻ പൗലോസ് എന്ന് പറയുന്ന ഒരു പുതിയ മനുഷ്യനായി മാറി, വിജാതീയരുടെ അപ്പസ്തോലനായി മാറി. ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടി പൗലോസിന്റെ എഴുത്തുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ്, ലേഖനങ്ങൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് സുന്നിയൂർ റഹ്മാൻ എന്ന് പറയുന്ന സത്യനിഷ്ഠ ആര്യയോട് എനിക്ക് പറയാനുള്ളത്, കുതിരപ്പുറത്ത് തന്നെ പൊക്കോണം. ഇങ്ങനെ പാസ്റ്റർമാരുടെയും വൈദികരുടെയും ഒക്കെ കഴുത്തെ കയറി പിടിക്കണം. അങ്ങനെ ഞങ്ങളെ ഞെക്കി പീഡിപ്പിക്കണം. അങ്ങനെ പീഡിപ്പിച്ച് ഒരു സമയം നീ ഉരുണ്ടു വീഴും. അങ്ങനെ നീ ഉരുണ്ടു വീഴുമ്പോൾ നിന്റെ കണ്ണുകളിൽ നിന്ന് ഈ മതവൈരത്തിന്റെയും വർഗീയതയുടെയും പരസ്പരം തമ്മിൽ തല്ലിച്ചുണ്ടാക്കുന്ന ഭിന്നതയിൽ നിന്ന് ഉരുവാകുന്ന ഈ ഒരു ആത്മരതി ഉണ്ടല്ലോ, ക്രൗര്യം തരുന്ന ഒരു ആത്മരതി, അത് ഈ ഒരു സാഡിസ്റ്റിക് തീവ്രവാദത്തിന്റെ ഒരു ഉൽപ്പന്നമാണ്. അതുകൊണ്ട് നീ ആഹ്ലാദിക്കുന്ന, നീ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ക്രിസ്തുവിനെ പറ്റി ചോദിച്ച ചോദ്യം കേട്ടു, പരിശുദ്ധ കന്യകാമറിയത്തെ പറ്റി ചോദിച്ച ചോദ്യം കേട്ടു. ഇതൊക്കെ നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. ഇതേ ചോദ്യങ്ങൾ തിരിച്ച് മറ്റ് മതങ്ങളിലെ ഓരോ വിശ്വാസികളും അനുശീലിക്കുന്ന വിശ്വാസത്തിന്റെ പവിത്രമായ രഹസ്യങ്ങളെ പറ്റി തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉത്തരമുണ്ടാവില്ല. സത്യനിഷ്ഠ, താങ്കൾ അസത്യനിഷ്ഠനായി മാറി എന്നുള്ളത്, താങ്കളുടെ നിഷ്ഠ ഈ അസത്യം പ്രചരിപ്പിക്കുന്നതിലായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സത്യനിഷ്ഠയാര്യ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭാരതത്തിൽ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ഇസ്ലാം സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്, നമ്മുടെ സിഖ് സഹോദരങ്ങളുണ്ട്, ജൈന സഹോദരങ്ങളുണ്ട്, പാഴ്സി സഹോദരങ്ങളുണ്ട്, ബഹായി സഹോദരങ്ങളുണ്ട്. ഞാൻ ഈ ഡിസംബർ 6-ാം തീയതി എൻ്റെ ഇരട്ട സഹോദരൻ റോബി കണ്ണഞ്ചരേശൻ ഡൽഹിയിൽ ചാവറ കൾച്ചറൽ സെന്റർ നടത്തിയ ക്രിസ്തുമസ് ആഘോഷത്തിൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണർ ഡോക്ടർ CB ആനന്ദബോസ് സാറ് ഉദ്ഘാടനം ചെയ്ത ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ ആ ഉദ്ഘാടന വിളക്കിന് ചുറ്റും നിന്നത് 9 മതങ്ങളുടെ പ്രതിനിധികളായിരുന്നു. അവർക്കെല്ലാവർക്കും ഈ സത്യനിഷ്ഠയാരി ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടി ഉണ്ടായിട്ട് വന്നതല്ല. തങ്ങളുടെ സഹോദരങ്ങളായ ക്രിസ്തു മതവിശ്വാസികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നു, അത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ലോകം മുഴുവൻ പങ്കുവെക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വന്ന് അതിൽ പങ്കുചേർന്നതാണ്. അതിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസംഗിച്ച ഡോക്ടർ CB ആനന്ദബോസ് IAS വെസ്റ്റ് ബംഗാൾ ഗവർണർ പറഞ്ഞത്, ക്രിസ്തുവിന്റെ ചൈതന്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നയിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനി ആയിട്ടില്ല. ഏത് മതസ്ഥനും
സ്വീകരിക്കാവുന്ന മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ദയയുടെയും ആയ മൂല്യങ്ങൾ ഈ ലോകത്തിൽ പങ്കുവെച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ ജനനം ഇവിടെ വേണ്ട, ആ ആഘോഷം ഇവിടെ വേണ്ട. ഈ ക്രിസ്തു ഭാരതത്തിന്റെ അല്ല, നമ്മുടെ അല്ല എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. സത്യനിഷ്ഠയാരിയുടെ വീഡിയോയിൽ അത് കേൾക്കാം. ഈ ജീസസ് ഈസ് നോട്ട് അവേഴ്സ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞവന്റെ പേരായിരുന്നു സാവൂള്. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യനിഷ്ഠയാരിയുടെ ആ ഒരു ആവേശം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് കേട്ടോ ജോർജി. എനിക്ക് വലിയ പ്രതീക്ഷയാണ്. അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ കേരളത്തിലോട്ട് വരട്ടെ. നമുക്ക് അദ്ദേഹത്തെ എന്താണ് എങ്ങനെയാണ് മതസൗഹാർദ്ദത്തോടു കൂടി ജീവിക്കേണ്ടത് എന്ന് കേരളത്തിൽ വെച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതുകൊണ്ട് സത്യനിഷ്ഠയാരിയ എന്ന സുന്നിയൂർ റഹ്മാൻ, താങ്കളുടെ ഈ ഒരു ബൈപോളർ പേഴ്സണാലിറ്റിയിൽ താങ്കൾ ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള റൈവൽറി താങ്കളുടെ ഒരു ക്രെഡിറ്റ് മാർക്കായിട്ട് ഒട്ടിച്ചു വെച്ചാൽ അത് ഭാരതത്തിലുള്ളവർ അത് അംഗീകരിക്കില്ല, അത് വിശ്വസിക്കില്ല. അതിനപ്പുറത്തുണ്ട് ഭാരതീയമായ സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും ഒരു വലിയ ആകാശം. അതിനപ്പുറത്തുണ്ട് താങ്കളുടെ ആ ഒരു വാക്കുകളുടെ കാലുഷ്യത്തിനും ക്രൗര്യത്തിനും അപ്പുറത്തുണ്ട് ഭാരതീയമായ ദർശനങ്ങളുടെ, വേദ ദർശനങ്ങളുടെ, സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ കിടപ്പുണ്ട്. അതും കൂടെ വായിച്ച് പഠിച്ചവർ തന്നെയാണ് ഞങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ. എന്നിട്ടാണ് ഇവിടെ പരസ്പരം ആദരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഇനി ക്രിസ്മസിന്റെ പൊതു അവധി നിരോധിച്ച് നമ്മുടെ ഉത്തർപ്രദേശിൽ നമ്മുടെ യോഗി ആദിത്യനാഥ് അത് ഈ ഒരു ദിവസം, ഈ കഴിഞ്ഞ ക്രിസ്മസിന് അവിടെ വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോ ഞാൻ പറയുന്നത് നമുക്ക് യോഗി സാറിനെ വേണം. അദ്ദേഹത്തിന്റെ പാദം പതിഞ്ഞ മണ്ണിൽ നിന്ന് തന്നെ ഒരു കോൺസ്റ്റന്റൈനെ ഉയർത്താനായിട്ടുള്ള ശേഷിയുള്ളവന്റെ പേരാണ് അദ്ദേഹം ഈ ക്രൗര്യത്തിന്റെ കറുത്ത തുണി കൊണ്ട് മറച്ചു വെക്കുന്നത് എങ്കിൽ കാലം ആ തുണി വലിച്ചു കീറും സാറേ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല, വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ക്രിസ്തു കൂടുതൽ കരുത്തോടെ പിറക്കുകയാണ്. ക്രിസ്തുവിനെ അറിയാതിരുന്ന എത്രയോ പേരുടെ മനസ്സുകളിലേക്കാണ് ഇന്ന് ഈ മീഡിയയിലൂടെ ഇവരെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞ പ്രതീകങ്ങളിലൂടെ ക്രിസ്തു പുനർജനിച്ചത്. സാന്റാക്ലോസ് ക്രിസ്തുവുമായി ബന്ധമുള്ള ഒരു പ്രതീകമായി മാറുന്നത് സെയിന്റ് നിക്കോളാസ് എന്ന ബിഷപ്പ്, അദ്ദേഹമാണ് സാന്റാക്ലോസ്. 3-ാം നൂറ്റാണ്ടിൽ 300 വർഷം കഴിഞ്ഞിട്ടുണ്ടായ ഒരു പ്രതീകമാണ്. ആ പ്രതീകമാണ് നമ്മൾ ഈ ചുമന്ന ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ ഇപ്പോൾ ക്രിസ്മസിന്റെ ഒരു സ്നേഹത്തിന് ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സിമ്പിളാക്കി മാറ്റിയിരിക്കുന്നത്. എന്നാൽ അതിനും അപ്പുറത്താണ് ക്രിസ്തുമസ്, അതിനും അപ്പുറത്താണ് ക്രിസ്തു. നക്ഷത്രങ്ങളും സാന്റാക്ലോസിന്റെ രൂപങ്ങളും ആ പുൽക്കൂടുകളും ഒക്കെ തകർത്താലും എല്ലാവരുടെയും ഉള്ളിൽ ഈ ശാന്തിയുടെയും സ്നേഹത്തിന്റെയും നക്ഷത്രമായി ഈ ക്രിസ്തു ഉദിക്കും. ആ ഉദിച്ച ചരിത്രത്തിന്റെ 2025 വർഷങ്ങളുടെ കഥകളാണ് ഈ ക്രിസ്മസിലും നമ്മൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് 2025 വർഷം കാത്തിരിക്കാമെങ്കിൽ ഇനിയും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ ക്രിസ്മസ് വിരുദ്ധ ആക്രമണങ്ങളൊക്കെ നടത്തിയവരോട് നമുക്ക് നന്ദി പറയാം എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ഞാൻ എപ്പോഴും നന്ദി പറയാണ് ജോർജി. കാരണം കാത്തിരിക്കാനുള്ള കൃപയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതൽ എന്നത് എല്ലാ വിശ്വാസികളും മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായും. ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ഡോക്ടർ ജോസൂട്ടി ജോഡിയിലേക്ക് വരികയാണ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് കൂടി ഇതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഡോക്ടർ ജോസൂട്ടി ജോഡി, നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല കേരളത്തിന് പുറത്ത് എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ കേരളത്തിൽ 2 മുന്നണികളും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുടപിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വ ശക്തികൾ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അഴിഞ്ഞാടുന്നു. അത്തരത്തിലുള്ള പല നിയമനിർമ്മാണങ്ങളും, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പോലുള്ള പല നിയമനിർമ്മാണങ്ങളും ഒക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു പഴഞ്ചൊല്ല് കടമെടുത്ത് പറയുകയാണെങ്കിൽ, ഈ ചെകുത്താനും കടലിനും നടുവിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് രാഷ്ട്രീയമായി നാം നോക്കുമ്പോൾ ക്രൈസ്തവരുടേത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു നിലപാട് ഈ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല വിഷയങ്ങളിലായിക്കോട്ടെ ക്രൈസ്തവർക്ക് സ്വീകരിക്കാൻ സാധിക്കും? ഡോക്ടർ ജോസൂട്ടി ചോദിക്കും. ഇവിടെ ഈ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാമല്ലോ, ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ടിന്റെ എണ്ണത്തിലാണ് ആശ്രയിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേരുടെ വോട്ട് ആണ് അധികാരത്തിന് അടിസ്ഥാനമായിട്ട്. ഇവിടെ അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ആ അധികാരത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗമായിട്ട് മതത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യയിൽ ഇപ്പൊ കാണുന്നത്. ഇന്ത്യയിലെ പ്രബലമായ 3 വിഭാഗങ്ങൾ, ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും 3 വിഭാഗങ്ങളാണ്. ഇത് ഹൈന്ദവർക്കിടയിൽ തന്നെ വളരെ വലിയ തോതിലുള്ള വിഭജനങ്ങൾ അവർക്കിടയിലുണ്ട്, ജാതിയുടെ പേരിലുള്ള.
അതുപോലെ ആദിവാസികൾ എന്ന് പറയുന്നത് രാജ്യത്തെ വളരെ പ്രമുഖരായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ഈ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം നിലനിൽക്കുന്നു. വാസ്തവത്തിൽ ഈ കാസ്റ്റ് ഹിന്ദുക്കൾ, സവർണർ എന്ന് പറയുന്ന ആ ജാതി ഘടനയിലെ 4 വിഭാഗങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളവർ അവർണരാണ്. അവർ ഹിന്ദുക്കളായി പോലും ഒരു കാലത്ത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല, പിന്നീടാണ് പരിഗണിക്കപ്പെട്ടത്. ഇപ്പൊ വേണ്ടിയിരിക്കുന്നത് അധികാരം നിലനിർത്താൻ ആവശ്യമായ വോട്ടുകൾ ലഭിക്കാന്നുള്ളതാണ്. അത് ക്രൈസ്തവർ വെറും 2.5% ക്രൈസ്തവരെ ഒരു സമൂഹമായി ഒന്നിച്ചു കൂട്ടിയാൽ പോലും അത് രാജ്യത്ത് ഒരു അധികാരത്തിലേക്ക് കടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്കായിട്ട് അവർ ഒരിക്കലും മാറുന്നില്ല. അതേ സമയത്ത് ഒരു 10-13% വരെ വരുന്ന മുസ്ലിങ്ങൾ ഭാഗികമായ ഒരു വോട്ട് ബാങ്കാണ്. ഹൈന്ദവരിൽ തന്നെ ഒരു വലിയ വിഭാഗം, അതിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളും അവരെ മാറ്റി നിർത്തിയാൽ വലിയ പ്രശ്നമുണ്ട്. പക്ഷെ അവർ എല്ലാവരും കൂടി ചേരുന്ന ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരേ സമയത്ത് ഏറ്റവും ന്യൂനപക്ഷമായ ക്രൈസ്തവർക്കെതിരെ നിലപാടെടുക്കുന്നത് വഴി ആദിവാസി വിഭാഗങ്ങളെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അതിനകത്ത്. ഭൂരിപക്ഷ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ വലിയ ത്യാഗങ്ങൾ ഇവിടെ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം എന്ന് പറയുന്ന അവരെ ആ തരത്തിൽ, അതിന്റെ ജനാധിപത്യമോ ഒന്നും അല്ല അതിനകത്ത് അവർ നോക്കുന്നത്, അവരെ ആ തരത്തിൽ കൂട്ടത്തിൽ നിർത്താനുള്ള ഒരു തന്ത്രം അവിടെ നടക്കുമ്പോൾ ദ്വിമുഖ, 2 വശത്തു നിന്നുള്ള ദ്വിമുഖ രാഷ്ട്രതന്ത്രമാണ് അവരിപ്പോ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പരിധിവരെ അവർ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഈ വടക്കേന്ത്യൻ മേഖലകളിലെ UP, ഛത്തീസ്ഗഡ്, ഈവൻ ഏറ്റവും അവസാനം വന്ന ഒറീസ വരെയുള്ള എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഒറീസയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ഒന്നെങ്കിൽ ഭീഷണിപ്പെടുത്തുക, അതിന് അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ വളരെ വളരെ കൃത്യമായ തന്ത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ തന്ത്രങ്ങളിലേക്കൂടെ ഒന്ന് കടന്ന് നമ്മൾ ചിന്തിക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പൊ UPയിലെ എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? UPയിലെ വിദ്യാഭ്യാസമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. UPയിൽ ഏറ്റവും ജനസംഖ്യയുള്ള സ്ഥലമാണ്, ഏറ്റവും അധികം പിന്നോക്കക്കാരുള്ള സ്ഥലമാണ്. അവിടെ ക്രൈസ്തവർ ഏറ്റവും ശക്തമായി നിലനിന്നിരുന്ന മേഖല വിദ്യാഭ്യാസ മേഖലയാണ്. ഈ വിദ്യാഭ്യാസം കിട്ടുന്ന താഴെ തട്ടിലുള്ള ഓരോരുത്തരും അവൻ രാഷ്ട്രീയമായ പ്രബുദ്ധനാവുകയും അവൻ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും തുടങ്ങുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഫോക്കസ് ചെയ്തു. അതിലെ ഒന്നാമത്തെ സംഗതിയാണ് ക്രിസ്മസിന്റെ ഈ ഹോളിഡേ നിരോധനം നടത്തിയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ അത് അടൽ ബിഹാരി വാജ്പേയി ദിനമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്ന സംഗതി അവിടെ കാണുന്നേ ഇല്ല. രണ്ടാമത്തെ സംഗതി സ്കൂൾ ഏറ്റെടുക്കുകയാണ്. ക്രൈസ്തവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകൾ ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുകയാണ്. മൂന്നാമത്തെ സംഗതി, അവിടെ ഇപ്പൊ 10,000-ഓളം പ്രൈമറി സ്കൂളുകൾക്ക് അറ്റൻഡൻസ് കുറവാണ്, അല്ലെങ്കിൽ അതുപോലെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദേശീയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് ഒത്തുപോരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്കൂളുകളെ പലതരത്തിൽ മേർജ് ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെ മേർജ് ചെയ്യിപ്പിക്കുന്ന വഴിയിലൂടെ ഒക്കെ നടക്കാൻ പോകുന്നത് ഈ സ്കൂൾ അടിസ്ഥാനപരമായി സംസ്ഥാന ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുകയും സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആദിവാസികളായ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ അവസരങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. ഞാനിത് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു കൊടുത്തുകൊണ്ടുള്ള ഒന്നെങ്കിൽ അവർ വൈഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തിക്കൊള്ളുക, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെന്ന് ആളുകളെ ആക്രമിക്കുക. അതുപോലെ ആന്റി കൺവേർഷൻ ലോസ് ബാലിശമായ രീതിയിൽ കൊണ്ടുവന്നുള്ള സംഗതികൾ ചെയ്യുക, ആരാധനകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ആരാധിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുക, അതുപോലെ തന്നെ സാമൂഹ്യമായി ഇങ്ങനെ ഒഴിവാക്കുക. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട തലങ്ങളിൽ വയലൻസ്, ഹിന്ദുത്വ ശക്തികളുടെ ആക്രമണങ്ങള്, അതുപോലെ തന്നെ കൺവേർഷൻ നിയമങ്ങള്, അതുപോലെ ആരാധനയ്ക്കുള്ള നിയന്ത്രണങ്ങള്, സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ, ഈ 5 മാർഗങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ടാണ് അവർ സമന്വയിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അധികാര ഘടനയ്ക്കകത്തേക്ക് കടക്കാന്നുള്ളതാണ്. ഇതിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യമായ ശ്രമങ്ങൾ തുടരുക എന്നുള്ളതാണ്. നിശബ്ദമായി തോക്കുകൊണ്ട് വരുന്നതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വെടിയേറ്റ് മരിച്ചു വീഴുന്നത് വഴി ആണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് 21ാം നൂറ്റാണ്ടിന്റെ ഈ AI കാലഘട്ടത്തിൽ അതിൻ്റെതായ മാറ്റങ്ങളിലേക്കൂടെ നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തന ശൈലികളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ നിലപാടുകളിൽ നമ്മൾ മാറേണ്ടതുണ്ട്. പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് മുൻപിലത്തെ പോലെ അല്ല ഇന്നിപ്പം നടത്തേണ്ടത്. ആ നിന്നും വ്യത്യസ്തമായിട്ടാണ്. എങ്ങനെയാണ് നമുക്ക് കേരളത്തിന്റെ സാമൂഹ്യ ഘടനയെ, സോഷ്യൽ ഫാബ്രിക്കിനെ, കേരളത്തിനല്ല രാജ്യത്തിന്റെ ആ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്ന ആ സാമൂഹ്യമായ ഇഴകളെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ ഇത്തരം മതവിവേചന ശക്തികൾ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്നതിന്റെ ശാസ്ത്രീയമായ വിശകലനം നടത്തുവാൻ ഇപ്പോഴുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നമുക്ക് തന്നെ കഴിയേണ്ടതുണ്ട്.
നിയമപരമായ മേഖലകളിൽ ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ ഇപ്പൊ ന്യായസംഹിത വന്നിട്ടുണ്ട്, നമ്മുടെ ഭാരതീയ ന്യായസംഹിത BNS വന്നിട്ടുണ്ട്. ആ BNS-ന്റെയും അതുപോലെ കോടതികളെയും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് കടക്കാൻ പറ്റും അതാണ് നോക്കേണ്ടത്. കാരണം ഇവിടെ ഒരു തരത്തിൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടനയ്ക്ക് നമുക്ക് ഇപ്പോഴും മാറ്റം ഉണ്ടായിട്ടില്ല. അവിടെ ജുഡീഷ്യറി ഉണ്ട്, അവിടെ ലെജിസ്ലേച്ചർ ഉണ്ട്, അവിടെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അവിടെ മീഡിയ ഉണ്ട്. അപ്പം അതിന്റെ ബേസിക് സ്ട്രക്ചറിൽ ഇപ്പൊ പാകിസ്ഥാനിലെ പോലത്തെ ഒരു അവസ്ഥ ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പൊ ജനാധിപത്യത്തിന്റെ ബേസിക് സ്ട്രക്ചർ നിലനിൽക്കുമ്പോൾ ആ സ്ട്രക്ചറിലെ ഒരു ഫാക്ടർ മാത്രമാണ് ക്രൈസ്തവർക്കെതിരായിട്ട് നിൽക്കുന്നത്. ബാക്കി ഫാക്ടറുകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ആ എതിരായിട്ട് നിൽക്കുന്ന ഫാക്ടറിന്റെ ആ രാഷ്ട്രീയമായ നേരിട്ടുള്ള ഇടപെടലുകളുടെയും ആക്രമണത്തിന്റെയും ആ ഒരു തലത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് മേഖലകളെ ഉപയോഗിക്കുന്ന, മറ്റ് മേഖലകളെ സമന്വയിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാകാനാണ് സാധ്യത. കാരണം ഇപ്പോൾ നമ്മുടെ ലോകരാജ്യങ്ങളിൽ ക്രൈസ്തവർ ഏറ്റവും അധികം മുന്നിട്ട് നിന്നിരുന്ന വിവിധ രാജ്യങ്ങളിൽ, സിറിയയിലും സുഡാനിലും അതുപോലെ തന്നെ ഇപ്പോൾ നൈജീരിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ വളരെ പിന്നോട്ട് പോവുകയും നമ്മൾ ദുർബലരാകുകയും ചെയ്തു. യൂറോപ്പിലെ പല പട്ടണങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല, അല്ലെങ്കിൽ ആഘോഷിച്ച ചില പള്ളിയിൽ തന്നെ വിളിച്ചു പറയാണ്, നിങ്ങൾ അവിടെ തല്ലാൻ നിൽക്കുന്നവരെ പേടിച്ച് വേണം പോകാനായിട്ട്, അവിടെ നിങ്ങൾ സൂക്ഷിച്ചു വേണം പൊക്കോളം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു തരത്തിൽ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ആത്മബലിയുടെയും മഹത്വം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ഒരു സാമൂഹ്യ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക്, ഒരു ജനസമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അസ്തിത്വം നിലനിർത്താൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ 21ാം നൂറ്റാണ്ടിന്റെ വരുംകാല വെല്ലുവിളികളെ നേരിടാനായിട്ട് നമുക്ക് പറ്റാതെ വരും. കാരണം ഇത് ലോകം മൊത്തം എടുത്ത് നമ്മൾ നോക്കണം. അഫ്ഗാനിസ്ഥാൻ എന്താണ് അവസ്ഥ? അവിടെ ഹിന്ദുത്വ ശക്തികൾ കടന്നു കയറി. ഇറാൻ എന്താണ് അവസ്ഥ? ഇറാഖ് എന്താണ് അവസ്ഥ? ഒരു കാലത്ത് അവിടെയൊക്കെ ക്രിസ്ത്യാനികൾ മുന്നിട്ട് നിന്നിരുന്നു. ഇന്ന് അവർക്ക് ആർക്കും അവിടെ ശബ്ദിക്കാൻ പോലുള്ള അവസരങ്ങളില്ല. അപ്പൊ ഈ തലമുറയിലെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അവരുടെ ത്യാഗങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന പോലുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ പ്രഘോഷിക്കപ്പെടാത്ത ത്യാഗങ്ങളെക്കാൾ ഉപരി ആവശ്യമായിരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിന്റെ സാധ്യതകളെ വിനിയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ ഒരു ജനത, ഒരു സമൂഹം, ഒരു വിശ്വാസം പാലിക്കുന്നവരുടെ ഒരു സമൂഹം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഇന്നുള്ള കാലങ്ങളിൽ നടത്തേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് ഈ കഴിയും. ഞാൻ സമയപരിമിതി മൂലം മാത്രമാണ് ഇടപെടുന്നത്. വളരെ പ്രസക്തമായിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് ഡോക്ടർ ജോസൂട്ടി ഒഴുകിൽ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ അഴിച്ചാട്ടം നടത്തുന്ന, ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾക്ക് കളങ്കമേൽപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഹിന്ദുത്വ ശക്തികളെ നിലയ്ക്ക് നിർത്തുവാനുള്ള ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കുണ്ട്, ഭരണകൂടത്തിനുണ്ട് എന്നത് വളരെ വ്യക്തം തന്നെയാണ്. അല്ല, അതിശക്തമായിട്ടുള്ള നടപടികൾ മാത്രമാണ് ഇനി വരുന്ന ആളുകളിൽ ഇവർ സ്വീകരിക്കേണ്ടത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ ആത്മീയമായിട്ടും ഇത് ക്രൈസ്തവർക്ക് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. ക്രൈസ്തവരുടെ രക്ഷകർ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക പാർട്ടികളല്ല, അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. ആശ്രയത്വം കർത്താവിൽ മാത്രം അർപ്പിച്ച് മുന്നോട്ട് പോകണം എന്ന സൂചനകൾ തന്നെയാണ് ആവർത്തിച്ചുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ റോയ് കണിച്ചിറ CMI, ഡോക്ടർ ജോസൂട്ടി ഒഴുകിൽ, രണ്ടുപേർക്കും നന്ദി.